നമസ്കാരം, എല്ലാവർക്കും മാജിക് വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കക്കയിറച്ചി റോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കക്കയ്ക്ക് പല രീതിയിൽ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത് ഒക്കെ കക്ക എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ. നമ്മൾ കക്ക ഫ്രഷ് ആയിട്ടുള്ള കക്കയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അതായത് തൊണ്ടോടക്കനെ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള കക്ക ക്ലീൻ ചെയ്തിട്ടും വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. പക്ഷെ നമുക്കത് അറിയില്ല എത്ര ദിവസത്തെയാണെന്നൊന്നും നമുക്കത് അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ പിടിച്ച് കൊടുന്ന ഉടനെ തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അടുപ്പിലോ അല്ലെങ്കിൽ സ്റ്റൗവിലോ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ ഷെല്ലിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഇതുപോലെ കക്ക അതിൻ്റെ തൊണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ അത് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ വേസ്റ്റ് കളയണം, അല്ലെങ്കിൽ നമുക്ക് വയറിനത് നല്ലതല്ല എന്ന് പറയും കേട്ടോ. അങ്ങനെയാണ് ഞാൻ കേട്ടേക്കുന്നത്. ചിലവർ ഇത് വേസ്റ്റ് കളയൊന്നുമില്ല തോന്നുന്നുണ്ട്. നമ്മളെന്തായാലും ഇത് കളഞ്ഞിട്ടാണ് കഴിക്കാറ് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ വയറിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറുത്ത കളറിലുള്ള അതിൻ്റെ വേസ്റ്റ് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് നേരത്തെ പണിയുള്ള ഒരു സംഭവമാണ് ഈ കക്ക ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇനി അതെങ്ങനെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുക എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല പോലെ ഒരു 5-10 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. നിറയെ മണ്ണുണ്ടായിരിക്കും ഇതിൽ. അപ്പോൾ മണ്ണൊക്കെ കളഞ്ഞ് ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയാണ്. ഞാനിപ്പോൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്യണത് കേട്ടോ. ആദ്യം വേവിച്ചെടുത്തിട്ടാണ് പിന്നെ റോസ്റ്റാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കക്ക ഇടുക. അതിലേക്ക് വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇടും. അപ്പോൾ ഇതിൽ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത്. ഇതിപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മസാലകൾ ചേർക്കേണ്ട ആവശ്യമില്ല. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് പൊടികളായിട്ട് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതുകൊണ്ട് ചേർത്തിട്ട് നല്ല പോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കൈകൊണ്ട് യോജിപ്പിക്കുകയെന്ന് വെച്ചെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് നല്ല അമർത്തി ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ചത്. അതിനുശേഷം നമ്മളത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ചട്ടി ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് അടിയിലേക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വേറെ പാൻ വെച്ചിട്ട് ഇതിൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബീഫിലൊക്കെ നമ്മൾ ചേർക്കില്ലേ തേങ്ങാക്കൊത്ത് റോസ്റ്റ് ചെയ്യുമ്പോൾ, അതേപോലെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ഇടാം. ഇത് ഇങ്ങനെയല്ല കേട്ടോ തേങ്ങാക്കൊത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. മോന് കട്ട് ചെയ്ത് തന്ന കാരണമാണ് ഇങ്ങനെ കേട്ടോ. ഇതിപ്പോൾ പായസത്തിലേക്ക് കട്ട് ചെയ്യണ പോലെയാണ് അവന് കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ ആ സമയം തന്നെ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ കക്കയിറച്ചി വേവിക്കാനിട്ടത് ഇളക്കി കൊടുക്കണം. ചട്ടിയിലായതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തേങ്ങാക്കൊത്ത് ചെറുതായി റോസ്റ്റായിട്ട് വരുമ്പോൾ പച്ചമുളക് എരിഞ്ഞതും 2 പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ചേർക്കുക. ഇഞ്ചിയും പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ അങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല ചൂടല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കുറച്ച് അത് ചേർക്കണം, നല്ലതാണ് കേട്ടോ. ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഏകദേശം ഒരു 10-15 എണ്ണത്തോളം ചെറുതായി അരിഞ്ഞ് ചേർക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വാടി വരുമ്പോഴാണ് ഇനി സവാള ചേർക്കേണ്ടത് കേട്ടോ. ഒരു വലിയ സവാളയാണ് കേട്ടോ ചേർത്തത്. അത് ഇതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കുക. സവാള മൂത്ത് വന്നിട്ടുണ്ട്. ഇത്ര ബ്രൗൺ ആക്കണുള്ളൂ കേട്ടോ, ഒരുപാട് ബ്രൗൺ ആക്കണില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ. സാധാ മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി അല്ല ചേർത്തത്.
നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയാണ് കേട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഗരം മസാല പൊടിച്ചത് കേട്ടോ. ഗരം മസാല അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കക്കയിറച്ചി എന്ന് പറയുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം ഗരം മസാല ചേർത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അതൊരു ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ ചേർത്തത് പെരിഞ്ചീരകമാണ് കേട്ടോ. പെരിഞ്ചീരകം ഒരു 1-2 നുള്ളു ചേർക്കുക. അത് ചതച്ച പെരിഞ്ചീരകമാണ് കേട്ടോ, പൗഡർ ടൈപ്പിലുള്ളതല്ല ചേർക്കണത്. അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതായത് അതിൻ്റെ ഒരു സ്മെല്ല് വരും, പച്ചമണക്ക് മാറി നല്ല മൂത്തൊരു സ്മെല്ല് വരും. അപ്പോഴാണ് ഇനി കക്ക ചേർക്കേണ്ടത് കേട്ടോ. മസാലകളൊക്കെ നല്ലപോലെ മൂത്ത് അതിൻ്റെ പച്ചമണക്ക് മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കക്ക ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കണം, നല്ലതാണ് കേട്ടോ. ഓൾറെഡി വെന്തതാണ്, പക്ഷേ ഈ മസാലകളുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഈ കക്കയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം മൂടി വെച്ച് വന്നിട്ട് വേവിക്കണത് കേട്ടോ. ഞാനിപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രി ചപ്പാത്തി പരത്താനുള്ള സമയക്കുറവ് കാരണം പാക്കറ്റ് ചപ്പാത്തി ഉണ്ടായിരുന്നു, അതൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പുറത്തെ സ്റ്റൗമിലേക്ക് കക്കയിറച്ചി മാറ്റിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ചപ്പാത്തിയുടെ കൂടെ ഗ്രേവിയുള്ള കറി കൂട്ടി കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ ഇന്നിപ്പോൾ നമ്മളിത് വിഷുവിൻ്റെ തലേദിവസത്തെ വീഡിയോ ആയതുകൊണ്ട് പിന്നെ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. പിറ്റേ ദിവസം നമ്മൾ തറവാട്ടിലേക്ക് പോകും വിഷു ആഘോഷിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിലൊന്നും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ചൂടിങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്ക് ചൂടും വെയിലും ഒരേപോലെ അലർജിയാണ്, കാരണം അപ്പം റേഷസ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കുളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ കഷായം കുടിക്കുകയാണ് കേട്ടോ. ഓൾറെഡി എനിക്ക് നടുവേദന ഉള്ള ആളാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒന്ന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് വീണു. അപ്പോൾ അതിൻ്റെ ചെറിയ വേദനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി മാറാനായിട്ടുള്ളൊരു കഷായമാണ് കേട്ടോ. അതിനിടയ്ക്ക് ചെറിയ മഴത്തുള്ളികൾ വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ ഫ്രിഡ്ജിൽ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ വിഷുവൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി വറുത്തെടുക്കുകയാണ് രാത്രിക്ക്. അതിനിടയിൽ കക്ക റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ മൊരിപ്പിച്ചെടുക്കുക ചെയ്തത് കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു വീണ്ടും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. കക്ക റോസ്റ്റും അതുപോലെ തന്നെ ചപ്പാത്തി ചുട്ടു, പിന്നെ മീൻ വറുത്തതും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. സത്യം പറയാന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് ചപ്പാത്തി ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. പിന്നീട് കറി വെക്കാൻ പോയി കഴിഞ്ഞാൽ അതെന്തായാലും വേസ്റ്റ് ആവും. പിന്നെ ഞങ്ങൾക്കത് നാളേക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കറി വെക്കാനായിട്ട് നിൽക്കുന്നത്. പിന്നെ ഹസ്ബൻഡിന് അങ്ങനെ എന്താ പറയുക, ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അത് ഉള്ളത് കൊണ്ട് കഴിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് രണ്ടും മാത്രം കൂട്ടിയിട്ടാണ് അന്നത്തെ ഫുഡ് കഴിച്ച് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു കുഞ്ഞ് കുക്കിംഗ് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇതൊരു കുക്കിംഗ് ട്യൂട്ടോറിയൽ പോലെയൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്തത്. ഞാൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും പുറത്ത് ചെറിയ തുള്ളികളായിട്ട് വന്ന മഴ, നല്ല മഴയും ഇടിവെട്ടൊക്കെ ഇങ്ങനെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്തിട്ട് പോകണം. ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ.